ഹായ്. ശരിക്കും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. സോ നമ്മൾ ഈ ജ്യൂസോളവിലാണുള്ളത്, കമ്പനിയിലാണുള്ളത്. സോ രാത്രി ഇപ്പം വർക്ക് കഴിഞ്ഞതിനിടയിലാണ് ഞാൻ ആലോചിച്ചത് സോ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ അതിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് മീറ്റിംഗ്സിലും കാര്യങ്ങളും ആയിരുന്നു. കുറച്ച് ഹെക്ടിക് ആയിരുന്നു. സോ ഇന്ന് നടന്ന സംഭവങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫൺ എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് ജസ്റ്റ് മുന്നേ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഷൂട്ടിംഗ് റൂമിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓല ഓല പരിപാടിയിലാണ്. എന്തോ വീഡിയോ സംതിങ് എഡിറ്റിംഗ് ദ ജിഫ്രി എന്തോ വർക്കിൽ തന്നെയാണ്. എല്ലാവരും പോയി, പണിക്കാരൊന്നുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. കാരണം രാത്രി വെച്ച സമയമല്ലോ. സോ എന്താ സംഭവിച്ചാൽ ഇന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റ്സിൽ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ വൺ ഓഫ് ദ തിങ് ആണ് പ്ലാൻ ഫോർ എ ഡേ, അല്ലെങ്കിൽ ഒരു ഡേൻ്റെ മൊത്തം പ്ലാൻ ചെയ്യാന്നുള്ളത്. എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാനിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. സോ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഞാൻ സ്ട്രക്ചർ ചെയ്യും. അതായത് ഇന്നിപ്പോൾ എവിടെയൊക്കെ പോകണം, ഏതൊക്കെ മീറ്റിംഗ്സ് മിനിമം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പം അതും കൂടി നമ്മൾ എന്താക്കണം, മുന്നിൽ കാണണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ ഇന്നത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ രാവിലെ കഴിഞ്ഞു. രാവിലെ എണീച്ച് നേരെ ഇന്ന് ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. പുറത്ത് ഒരു സ്റ്റുഡൻസിനുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഏർലി മോർണിംഗ്. അപ്പോൾ ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞ് നേരെ ഞാൻ എന്താക്കി, ഓഫീസിലേക്ക് വരാനുള്ള പരിപാടി. ചായ കുടിച്ച് നേരെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിലെത്തിയ പാടന്നെ നമുക്ക് കുറച്ച് പെൻഡിങ് ആയിട്ട് കുറച്ച് ടാസ്ക്, കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. സോ നമ്മൾ ടീമിന് അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. കുറച്ച് വർക്ക് നമുക്ക് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആയി. കുറച്ച് ഷൂട്ടിങ്ങിനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്തു. സോ ഒരു ഉച്ചക്കായപ്പോഴത്തേക്കും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു മറ്റു ഫൗണ്ടേഴ്സും ആയിട്ടുള്ള. സോ അത് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. നേരെ ഈവനിങ് നമ്മൾ നേരെ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. ഇപ്പം ഇന്ന് നമ്മുടെ ഇന്റേണൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്ന് മാർക്കറ്റിംഗ് ഏജൻസിൻ്റെയും അതുപോലെ തന്നെ നമ്മളതൊക്കെ ആയിട്ടുള്ള ഇന്റേണൽ കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന, ടീമിനെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ആ മീറ്റിംഗും കഴിഞ്ഞു. അപ്പം പിന്നെ കുറച്ച് വർക്കും ചെയ്ത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഇതുപോലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ബേസിക്കലി എൻ്റെ വീഡിയോസ് എന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഫുൾ ഷൂട്ട് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് സാധാരണ ചെയ്യാറ്. സോ ഇനി ഇതുപോലത്തെ വ്ലോഗിങ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഇൻഫോർമേറ്റീവും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഇന്നത്തെ മീറ്റിങ്ങിൽ എനിക്ക് കിട്ടിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ വേറെ ഫീൽഡിലായിരുന്നു. വേറെ ഫീൽഡിൽ, വേറെ ഡിപ്പാർട്ട്മെന്റ് സൈഡ് അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിലാണ് അവർ ഫൗണ്ടേഴ്സും അല്ലെങ്കിൽ അവരെ കമ്പനീസും വരുന്നത്. അപ്പോൾ അവർ അതിൽ എക്സ്പെർട്ടൈസ് ആണ്. സോ നമ്മൾ നമ്മളെ ഫീൽഡ് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അവർ അതിലാണ് എക്സ്പെർട്ടൈസ്. ഞാൻ എടെക്കിലാണ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതിലാണ് ഞാൻ എക്സ്പെർട്ടൈസ്. സോ എനിക്ക് അവർക്ക് പുതിയൊരു എടെക് രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ബേസിക്കലി ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും നമ്മുടെ ഇയേഴ്സ് ഓഫ് ലേണിംഗ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു വർഷങ്ങളോടുകൂടി പഠിച്ച ലേണിങ്സ്, മിസ്റ്റേക്സ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാവുമല്ലോ. ആക്ച്വലി ആ ഒരു എക്സ്പെർട്ടൈസ് ആയിരിക്കും നമുക്ക് ഏറ്റവും മോസ്റ്റ് വാല്യൂ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരെ ഇൻഡസ്ട്രിയിൽ ഞാൻ അത്രത്തോളം അടിപൊളി അല്ലെങ്കിലും എൻ്റെ ഇൻഡസ്ട്രിയിൽ എനിക്ക് മാക്സിമം എക്സ്പെർട്ടൈസ് കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഷെയറിങ് ഇൻസൈറ്റ്സ് അവിടേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ ഇൻ കേസ് നാളെ ഞാൻ അവരെ ഇൻഡസ്ട്രിയിലേക്ക് ടേക്ക് പാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. സോ ആക്ച്വലി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സ്പെർട്ടൈസ് ആയ ആൾക്കാരോട് ഡിസ്കഷൻ ചെയ്യുകയും അവരോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക വെച്ചാൽ നല്ല ക്ലാരിറ്റി കിട്ടും. ഒരു സാധനത്തിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യരുത്, അവർ പഠിച്ച മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് അവോയ്ഡ് ആയിട്ട് ഒരുപാട് കാര്യം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ എക്സ്പേർട്സുമായിട്ട് ഡിസ്കഷൻസ് ചെയ്യുക, ഇൻസൈറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആസ് എ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കും അതെന്താകും, മറ്റുള്ളവർ ഷെയർ ചെയ്യും. സോ അങ്ങനെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ, ലേൺ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള. സോ ഈ ഫണ്ണായിട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയൊരു പോയിന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. സോ ഇതിൽ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, മോർ ദാൻ
എവറിത്തിങ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എനിക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, എനിക്ക് കുറച്ച് ആൾക്കാരെ ബിൽഡ് ചെയ്യണം, അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലൈഫിൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള, അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുമ്പോഴും അവരെ പഠിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എനിക്കറിയുന്ന ഓരോ ടോപ്പിക്സും മാക്സിമം റിസർച്ച് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ടീം റിസർച്ച് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് തരുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. ഇപ്പം ലിങ്ക്ഡ് ഇൻ ഒപ്റ്റിമൈസേഷൻ ആയിക്കോട്ടെ, ക്യാൻവ യൂസ് ചെയ്തിട്ട് ഓരോ പ്രസൻറ്റേഷൻ ബേസിക്സ് തൊട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ റീസൺസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടീച്ചേഴ്സിന്, ഇപ്പം നമ്മുടെ എജുസോൾവിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ടീച്ചേഴ്സിന് ഇങ്ങനത്തെ കൺസേൺസ് പറയുമ്പോൾ ഞാൻ ആ ടോപ്പിക്സ് വീഡിയോ ആയിട്ട് ചെയ്ത് ഫ്രീ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അതങ്ങനെ ഹെൽപ്ഫുൾ ആവും. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് പറയാറുണ്ട് ഇപ്പം ഈവൻ അവർക്ക് ഈ ഒരു കാര്യം കിട്ടിയിട്ട് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഇപ്പം ഒരു പ്രസൻറ്റേഷൻ, ഈവൻ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ അരമണിക്കൂർ എടുത്ത ആൾക്കാർ ഇത് കണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതാണ് നമുക്കൊരു ഒരു തീപ്പൊരി മൊമെന്റ് എന്നുള്ളത്. സോ അങ്ങനെ ആ ഒരു സാധനം കേൾക്കുമ്പോൾ തന്നെ അഗ്രസീവ്നെസ് വരും. സോ ഇതിൽ ഞാൻ ഇപ്പം ഈവൻ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ, നമ്മളെ കമ്പനീൻ്റെ മോസ്റ്റ് ഓഫ് ദ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അഡ്വൈസ് തരാൻ പറ്റുമോ, ഞാൻ മാനേജ് ചെയ്യുന്ന ഓപ്പറേഷൻ സൈഡ്സിൽ എനിക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ, ഞാൻ എയിലും ടെക്കിലും മാക്സിമം ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. സോ ഇങ്ങനത്തെ ഞാൻ പഠിച്ച പാഠങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ പേജിൻ്റെ ഉദ്ദേശം. സോ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാധനം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോസിൻ്റെ അടിയിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര്, ഒരുപാട് പുതിയ അപ്കമിങ് ഫൗണ്ടേഴ്സ് വരുന്നുണ്ട്, അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്കും അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്തുന്നത് നമുക്ക് ക്ലിയർ ആക്കാം. സോ ബൈ.